മാന്യ സദസ്സിന് അമ്മ അയ്യോ 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 അയ്യോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മെയ് മാസം വരികയാണ്. മെയ് മാസത്തിൽ ചൂടാണ് കൂടുക, പക്ഷെ ഇത്തവണ തിയേറ്ററിൽ തീ പാറും. കാരണം മമ്മൂക്ക, ലാലേട്ടൻ, ടൊവിനോ, ചാക്കോച്ചൻ, ഷെയ്ൻ നിഗം, ജോജു, അങ്ങനെ മോളിവുഡിലെ സകലമാന പുലികളും മെയ് മാസത്തിൽ വരി വരിയായി നിൽക്കുകയാണ്. ഈ കൂട്ടപ്പൊരിച്ചിലിൽ ആര് ഹിറ്റടിക്കും, ആര് പെട്ടി മടക്കും, നമുക്കൊന്ന് നോക്കിയാലോ. വമ്പന്മാരുടെ വരവാണ് ആദ്യം. പേട്രിയറ്റ്. വർഷങ്ങൾക്ക് ശേഷം ബിഗ് ഗംസ് ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ ഓളമല്ല കടലാക്രമണം തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ഷാജി കൈലാസ് ജോജു ടീമിന്റെ വരവും. ഷാജി കൈലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെടിയും പുകയും ഇടിയും ഉറപ്പാണ്. ഒരു കാലത്ത് നമ്മുടെ ബിഗ് ഗംസിന് ഒരു ലോഡ് തീപ്പൊരി പഴങ്ങൾ കൊടുത്ത ആളാണ് നമ്മുടെ ഷാജിയേട്ടൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? അതുപോലെ തന്നെ അവർക്ക് നല്ല കലക്കൻ ബോംബും ഷാജിയേട്ടൻ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ എഫക്റ്റ്. പക്ഷെ പുള്ളി കടുവയിലൂടെ പഴയ പവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എന്തായാലും പണിക്ക് ശേഷം വരുന്ന അണ്ണന്റെ ഈ വരവ് അതൊരു ഒന്നൊന്നര വരവായിരിക്കും. പിന്നെ നമ്മുടെ ജോജു അണ്ണന്റെ മാസ് എന്താണെന്ന് ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. എന്തായാലും ഇതിനിടയിൽപ്പെട്ട് നമ്മൾ പ്രേക്ഷകർക്ക് ബോധം പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അടുത്തത് നമ്മുടെ ടൊവിനോയും ബേസിലും വിനീത് ശ്രീനിവാസനും കൂടിയുള്ള ഐറ്റമാണ് അതിരടി. ടൈറ്റിൽ കേട്ടിട്ട് ഒരു മാസ് പടം പോലെ തോന്നുമെങ്കിലും ബേസിലും ടൊവിനോയും ഉള്ളതുകൊണ്ട് ചിരിച്ച് ചിരിച്ച് പണ്ടാരടങ്ങാനുള്ള വക ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കാട്ടാളൻ. പേര് കേട്ടാലേ അറിയാം ഇതിത്തിരി ഡോസ് കൂടിയായിട്ടോ. അറിയാലോ, പെപ്പയാണ്. നല്ല കിൻഡലിടി ഉറപ്പാണ്. പിന്നെ ഷെയ്ൻ നിഗം ദൃഢം എന്ന സിനിമയിൽ പോലീസായിട്ടാണ് വരുന്നത്. ഇത്രയും കാലം പോലീസിനെ വെട്ടിച്ച ഷെയ്ൻ ഇത്തവണ പോലീസുകാരനായിട്ട് ആരെയൊക്കെ പൂട്ടുമെന്ന് നോക്കാം. ഇതിനിടയിൽ ആരും കാണാതെ വന്ന് സിക്സർ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു പടമുണ്ട്, മോളിവുഡ് ടൈംസ്. നസ്ലനും അഭിനവ് സുന്ദർ നായകും ചേരുമ്പോൾ ഒരു പ്രേമലു വൈബൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിന് പിന്നാലെ യൂത്ത് പോകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഇനി നമ്മുടെ അയൽക്കൂട്ടത്തിൽ നിന്നൊരു സിംഗം വരുന്നുണ്ട്, സൂര്യയുടെ കറുപ്പ്. മോളിവുഡ് സിനിമകൾ മെയ് മാസം വാഴാൻ നിൽക്കുമ്പോൾ സൂര്യയുടെ ഈ വരവ് ഒരു വലിയ വെല്ലുവിളി തന്നെയാകും. ട്രെയിലർ കണ്ടിട്ട് ഒരു വറ്റൽ മുളക് വെച്ചിട്ടുള്ള കൊണ്ടാട്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാലും സൂര്യ ഫാൻസ് ഈ പടത്തിന് വേണ്ടി എത്രത്തോളം കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല അണ്ണന് തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ട് തന്നെ 10 വർഷത്തിലധികമായിരുന്നു തോന്നുന്നു. ഇതെങ്കിലും ഒന്ന് വിജയിച്ചാൽ മതിയായിരുന്നു. ഇനി കൂട്ടത്തിലെ കൊമ്പൻ. ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ 3ാമത്തെ വരവ്. ഇത്തവണ വീണ്ടും പോലീസ് സ്റ്റേഷൻ കുഴിക്കുമോ അതോ IG ഓഫീസിന്റെ അടിയിൽ ബോംബ് വയ്ക്കുമോ എന്നൊന്നും ആർക്കും അറിയില്ല. മെയ് മാസത്തിലെ ഏറ്റവും വലിയ ഹിറ്റാവാൻ സാധ്യത കൂടുതൽ ഇതിന് തന്നെയാണ്. ഇത് ഇവിടം കൊണ്ടെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. മടുത്തില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയും സിനിമകളാണ് മെയ് മാസത്തിൽ വരുന്നത്. എൻ്റെ ഒരു പ്രവചനം വെച്ച് ദൃശ്യം 3യും പേട്രിയറ്റും ബോക്സ് ഓഫീസിൽ തൂത്തുവാരാൻ സാധ്യതയുണ്ട്. അതിരടി ഒരു സർപ്രൈസ് ഹിറ്റാകാനും സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോടെ? ഉണ്ടെങ്കിൽ കമൻ്റ് അടി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ഇട്ടേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.